ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ കട്ട് വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മുടി ഇങ്ങനെ ഓപ്പൺ ആക്കി ഇടണം, ഫ്രീ ഹെയർ ആയിട്ട് ഇടണം. ബട്ട് കുറച്ച് ലേയേഴ്സ് ഒക്കെ വേണം. പാർലറിൽ പോയി വെട്ടാൻ വയ്യ എന്നാണെങ്കിൽ ഹെയർ കട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഞാനൊരു 2-3 പ്രാവശ്യം ഇങ്ങനെ വെട്ടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്കിപ്പോൾ ഒരു പാർലറിൽ പോയി ലേയേഴ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പോ ലെയറോ എന്തെങ്കിലും അടിക്കണം, എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിട്ടും ഒരു 600, 800, 900 ആ റേഞ്ചിൽ എന്തായിട്ടും ആവും. അപ്പോൾ അത്ര പൈസ മുടക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ മെനിയാക്കി എടുക്കണ്ട. വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫോളോ ദിസ്. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുടി നന്നായിട്ട് ചീകണം. ചീകി മുടിയിലുള്ള എല്ലാ കെട്ടുകളും തീർക്കണം. നമ്മൾ മുടി വെട്ടുന്ന സമയത്ത് ഒരു കെട്ട് പോലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിരിക്കും. ക്ലിനിക് പ്ലസിൻ്റെ പരസ്യത്തിൽ പോലെ മുടി കിടക്കും. പക്ഷേ കോളേജിൽ പോകാനുണ്ടെങ്കിലോ പുറത്തെവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലോ ഈ സാധനം ഭയങ്കര ഫ്രിസി ആയിരിക്കും. ഇങ്ങനെ ഇടുക, എന്നിട്ട് നന്നായിട്ട് വീണ്ടും മുടി വാരിക്കൊടുക്കുക. ഇങ്ങനെ തിരിച്ചിട്ടിട്ടും നന്നായിട്ട് വാരണം കേട്ടോ. എന്നാൽ മാത്രമേ മുടിയിലുള്ള എല്ലാ കെട്ടുകളും മാറുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് മുടി വെട്ടാൻ പറ്റുള്ളൂ. ഇങ്ങനെ അൺഈവനായിട്ട് കിടക്കരുത്. നല്ല എല്ലായിടത്തും നല്ല ഈവൻലി വാരി സെറ്റാക്കി എടുക്കണം. അത് കുറച്ച് നമ്മളിങ്ങനെ കോംബ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ അത് നടക്കൂ. എന്നിട്ട് ഇവിടെ നമ്മളൊരു ടൈ ഇടുക. കാരണം ഇവിടുന്ന് മുടി ഇളക്കി മാറാൻ പാടില്ല. സെൻറ്ററിലായിട്ട് തന്നെ ഇടണം കേട്ടോ. ഇവിടെ ഒരു ടൈറ്റ് വെക്കുക. നിങ്ങൾ ഉള്ളിൽ നിന്ന് മുടി വെട്ടുന്നെങ്കിൽ താഴെ എന്തായിട്ട് പേപ്പർ ഇരിക്കുക, അല്ലെങ്കിൽ അമ്മ നിങ്ങളെ കൊല്ലും. ഇനി നമുക്ക് ഒന്നും കൂടി ഇതിനെ നന്നായിട്ട് കോംബ് ചെയ്ത് കുറച്ച് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതായത് ഡ്രൈ അല്ലാണ്ട് നിൽക്കുന്ന കുഴപ്പമില്ല. അത് കുറച്ച് ഇങ്ങനെ ഡ്രൈ ആയി കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ വാട്ടർ ഇപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് എവിടെ നിന്നാണോ മുറിക്കേണ്ടത് അവിടെ ഒരു ടൈ ഇട്ട് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് എത്ര ലെങ്ത്തിലാണോ മുറിക്കേണ്ടത് അത്ര ലെങ്ത്തിൽ. ആദ്യം നമ്മൾ മുറിക്കുമ്പോൾ തന്നെ അഹങ്കാരത്തിൽ ഇത്ര കയറി വെട്ടരുത്. കാരണം ബഗഡായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പോയ മുടി തിരിച്ചു വരില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം മുറിക്കുമ്പം കുറച്ച് ലെങ്ത്തിൽ മുറിക്കുക. എന്നിട്ട് അത് കുറച്ചും കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കയറ്റി മുറിക്കാം. ഈ ടൈ ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ മാറിപ്പോവാണ്ടിരിക്കാൻ, കറക്റ്റ് ലെങ്ത്തിൽ കിട്ടാൻ. എനിക്കിപ്പം ഇത്ര ലെങ്ത്. സോ ചില ഭഗവാനെ കാത്തിരിക്കണേ. ഇങ്ങനെ പിടിച്ച് ഇനി നമ്മൾ ഒറ്റ മൈൻഡ്, നേരത്തെ നമ്മൾ ടൈ ചെയ്ത് വെച്ചില്ലേ, അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു വിട്ട് വെട്ടുക. യുവും വിയും ഒന്നും മുറിക്കാൻ നിൽക്കരുത്. സ്ട്രെയിറ്റ് ആയിട്ട് മുറിച്ചതിന് ശേഷം നമ്മൾ ടൈ ചെയ്തത് അഴിച്ച് ഒന്നും കൂടി കെട്ടുക. എന്നിട്ട് വീണ്ടും മുറിക്കുക. അപ്പോൾ അത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരും. ദെൻ അത് അഴിച്ച് നോക്കുമ്പോൾ കണ്ടില്ലേ, സ്ട്രെയിറ്റ് ആയി. ഇത്രയേ ഉള്ളൂ പരിപാടി. കുറച്ച് നല്ല ലേയേഴ്സ് ഇവിടെ നിന്നൊക്കെ ലെയറായി വന്നു. ഞാനിത് കുറച്ച് മാത്രം വെട്ടിയതുകൊണ്ടാണ് അത്ര ലേയേഴ്സ് കിടക്കാത്തത്. കാരണം ഞാൻ മന്ത്ലി ഇത് വെട്ടാറുണ്ട്. അപ്പം എനിക്ക് ഓവർ ലെങ്ത് കുറക്കണ്ട. കണ്ടോ, കുറച്ചും കൂടി കയറ്റി വിട്ടാൽ കുറച്ചും കൂടി ലേയേഴ്സ് നമുക്ക് കിട്ടും. എനിക്കിപ്പോൾ ഇത്ര മതി. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്യുക വിത്ത് പാരൻസിൻ്റെ പെർമിഷൻ വേണ്ടാത്തവർക്ക് കുഴപ്പമില്ല. വേണ്ടവർക്ക് പെർമിഷൻ എടുത്തിട്ട് നിങ്ങൾക്കിങ്ങനെ വെട്ടി നോക്കാം. അടിപൊളിയാണ്. ബൈ.